തരാമായിരുന്നു. വായ്പ എടുത്തതൊക്കെ തിരിച്ചടച്ചോ? തിരിച്ചടവും പലിശയും എല്ലാം അടച്ചു. എന്നാൽ ശരി, അപേക്ഷ വെച്ചോളൂ. നന്ദി പറയുന്നതിനായി ശ്രീമതി സൈനബായെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ PDC ഗ്രൂപ്പിന്റെ ഇന്നത്തെ മീറ്റിംഗ് ഭംഗിയായി കഴിഞ്ഞു. പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് മീറ്റിംഗായി അവസരമൊരുക്കി തന്ന ആനിക്കും കുടുംബത്തിനും നന്ദി അറിയിക്കുന്നു. ശരി അനുജി, ഞങ്ങൾ ഇറങ്ങട്ടെ. അടുത്ത ആഴ്ചത്തെ മീറ്റിംഗ് ശ്രീമതി സിന്ധു മോഹന്റെ വീട്ടിൽ വെച്ചാണ് കൂടുന്നത്. എല്ലാവരും വരണം കേട്ടോ. ഇതാരാ? അലക്സ് അച്ചായനോ? അച്ചായനെ കണ്ടിട്ട് കുറേ നാളായി. എന്തൊക്കെയുണ്ട് അച്ചായന വിശേഷങ്ങൾ? കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? കൃഷിയൊക്കെ ചെയ്യുന്നു. പക്ഷേ വിളവെടുക്കാൻ സമയത്തിന് അവന്മാർ വരും. ആര്? കാട്ടുപന്നിയും കുരങ്ങും. നേരെ എന്റെയും കുലക്കാരായ അഞ്ചേത്ത പാലത്തില പന്നി നശിപ്പിച്ചായിരുന്നു. അതിരിക്കട്ടെ, നിങ്ങളുടെ PDS മീറ്റിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല ചായ, നന്നായി പോകുന്നുണ്ട്. ശരി, എന്നാൽ ഞങ്ങൾ വന്നട്ടെ. അച്ഛാ, എൻ്റെ ഫീസിൻ്റെ കാര്യം എന്തായി? എനിക്ക് പൈസ വേണം, ഇല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോയില്ല. എടാ, കഴിഞ്ഞ വർഷത്തെ ഫീസ് നീ ഇപ്പോൾ തന്നെ അടച്ചതല്ലേ? ഇതിപ്പോൾ ഉടനെ വീണ്ടും? അതെ, ഉടനെ വേണം. അവർ അഡ്വാൻസ് ഫീസാണ് വാങ്ങുന്നത്. അഡ്വാൻസ് ഫീസോ? അതെന്തിനാണോ? അതിന് കോളേജിൽ പോകണം. ഇത് നിങ്ങളുടെ കാലമൊന്നുമല്ല, ഇത് ന്യൂ ജനറേഷനാണ്. ന്യൂ ജനറേഷൻ. വിദ്യാഭ്യാസം ഇപ്പോൾ കച്ചവടമായിരിക്കുന്നു. ഞങ്ങൾ പഠിക്കുമ്പോൾ 2 ബുക്കും 1 പേനയും മതിയായിരുന്നു. പിന്നെ അതായി ഇപ്പൊ തൂമ്പയായിട്ട് നടക്കുന്നത്. അതിനും വേണോടാ ഒരു അന്തസ്. നിനക്കൊക്കെ 3 നേരം വല്ലതും കഴിക്കണമെങ്കിൽ കൃഷി തന്നെ വേണം. എനിക്ക് ഈ പരമ്പരാഗതം ഒന്നും കേൾക്കണ്ട, ഒന്നും അറിയാൻ വേണ്ട. പൈസ ഇല്ലാതെ ഞാൻ ഇനി കോളേജിൽ പോവില്ല. എന്താണ് അപ്പനും മോനും തമ്മിലൊരു കശുപിശ? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. എന്താ മോനെ, കാര്യം പറ, അമ്മ കൂടി കേൾക്കട്ടെ. അമ്മേ, ഞാൻ എൻ്റെ ഫീസിന്റെ കാര്യം ചോദിച്ചതാ. അപ്പം തുടങ്ങിയ ഒരു ഉപദേശം. ഫീസിന്റെ കാര്യമോ? ആട്ടെ, ദേ മനുഷ്യ, നിങ്ങൾക്ക് പട്ടായോ? ഈ വയസ്സാകാലത്ത് നിങ്ങൾ ഇനി കോളേജിൽ പഠിക്കാൻ പോകുന്നുവെന്നോ? പിന്നെ ആവുന്ന കാലത്ത് പഠിച്ചില്ല, പിന്നെ ഇനി പഠിക്കാൻ. ഇവൻ ഉടൻ പണം വേണോ? അമ്മേ, അച്ഛന്റെ ഫീസിന്റെ കാര്യമല്ല, എനിക്കാണ് ഫീസ് അടയ്ക്കേണ്ടത്. അതിനെന്താ പ്രശ്നം? അമ്മയുടെ PDSന്റെ ലോൺ അനുവദിച്ചു കിടക്കുകയാണ്. അത്യാവശ്യമെങ്കിൽ അമ്മ അതെടുത്ത് തരാം. മോൻ സമാധാനമായിരിക്കും. അവൻ കാശ് ചോദിച്ചപ്പോഴേ കൊടുക്കാൻ റെഡിയായി. പിന്നെ അവന് ഫീസ് കൊടുക്കണ്ടേ? നിങ്ങൾ പഠിച്ച കാലം പോലെയാണോ? നിങ്ങൾ പോകുമ്പോൾ 1 മുറി സ്ലേറ്റും 1 കല്ലുപെൻസിലും മതിയായിരുന്നു. ശരിയാ, അച്ഛൻ ചുമ്മാ CBI പോലെ ഒരു അന്വേഷണം. അതേടാ, നീ ഇപ്പോൾ തന്നെ പലപ്പോഴായി എത്ര രൂപയാണ് വാങ്ങിക്കൊണ്ടു പോയത്? ആണ്, കണക്കും പറഞ്ഞു. അതേടാ, കണക്ക് പറയും. അമ്മേ, ഈ PDSന്റെ ലോണൊക്കെ ഉടനെ കിട്ടും. അതിന് ഈ ആധാരമൊക്കെ പണയം വെക്കണ്ടേ? ജാമ്യക്കാരെയൊക്കെ ഉണ്ടാക്കണ്ടേ? അത് കൊള്ളാം. PDSൽ നിന്ന് ലോൺ എടുക്കുന്നതിന് ആധാരമോ ജാമ്യമോ ഒന്നും നൽകണ്ട. അതാണ് നമ്മുടെ ഈ PDSന്റെ പ്രത്യേകത. PDSൽ ചേർന്നത് പിന്നെ അവർക്ക് പൈസ ഒരു പ്രശ്നമേ അല്ല. അതെ, ഞങ്ങൾ ഗ്രൂപ്പ് മീറ്റിംഗിൽ പല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ ആഴ്ചയും കൂടുകയും ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഗ്രൂപ്പിൽ ചെയ്യേണ്ടവർക്ക് ചെയ്യുകയും
ആരെങ്കിലും അസുഖമായി കിടന്നാൽ അവരെ പോയി കാണുകയും ചെയ്യുന്നുണ്ട് ചായ. അതിരിക്കട്ടെ, എന്നിട്ട് അതിലുപരിയായി കഴിഞ്ഞ മാസം മഞ്ഞത്തോട് ആദിവാസി കോളനിയിൽ ഞങ്ങൾ അവിടെ താമസിക്കുന്ന ആ റൂട്ടിലുള്ള എല്ലാ ആദിവാസി കോളനിയിലും അവരെ പോയി കാണുകയും ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുത്തു വച്ചായ അവർക്ക് വളരെ സന്തോഷമായിരുന്നു. കൊള്ളാമല്ലോ. നിങ്ങൾ വനിതാ ദിനത്തിൽ കട്ടപ്പനയിൽ വെച്ചൊരു മഹാസമ്മേളനത്തിൽ പോവുകയാണെന്ന് കേട്ടു. അതെ, ഞങ്ങൾ പോകുന്നുണ്ട്. അച്ചായൻ ഒരു ദിവസത്തെ കൃഷിയും ജോലിയും ഒന്ന് മാറ്റിവെച്ചു. ഒന്ന് വന്ന് കാണും അച്ചായ. അവിടെ കൂടുന്ന ആ 12,000 പേരുടെ സദസ് ഒന്ന് കാണേണ്ടതാണ്. നമ്മളെ ചിന്തിപ്പിക്കുവാനും ചിരിപ്പിക്കുവാനുമുള്ള പല പ്രോഗ്രാമുകളാണ് അച്ചായ അവിടെ നടക്കുന്നത്. ഓ എന്റെ പോലെ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കാതെ എന്റെ പൈസയുടെ കാര്യം പറയും. കഴിഞ്ഞ മാസമല്ലേ നീ എന്തൊക്കെയോ ആവശ്യം പറഞ്ഞ് ഇവിടെ നിന്ന് കുറെ പണം വാങ്ങിക്കൊണ്ട് പോയത്? നിന്റെ അപ്പൻ എങ്ങനെയാണ് ഈ പണമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നീ ഒന്ന് ഓർക്കുന്നുണ്ടോ എഡ്വിൻ? ഇവന് മാത്രം ചോദിക്കുമ്പോൾ പൈസ കൊടുത്താൽ താഴെയുള്ള ഇവന്റെ അനിയത്തിമാർ എന്തു ചെയ്യും? എനിക്ക് പൈസ വേണം. നിങ്ങളിങ്ങനെ ചുമ്മാ ഈ കോളേജിൽ പഠിക്കണമെങ്കിൽ പൈസ വേണം. ഓ പണം പണം പണം! എന്റെ ദൈവമേ, ഇതൊരു കുരിശാണല്ലോ. അതെന്തിനാ നിങ്ങൾ എന്നെ നോക്കി പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒരു കുരിശായല്ലേ? ഞാൻ പോകുന്നു. ഇനി ഫീസ് കിട്ടാതെ ഞാൻ ക്ലാസ്സിൽ കയറില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. അടുത്ത കുരിശ് ഞാൻ പോകും. എന്താ അലക്സേ, സീരിയസ് ആയ കാര്യമാണെന്ന് തോന്നുന്നു. ആരിച്ച് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. പ്രകാശ്, എഡുവിന്റെ ഫീസിന്റെ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞ് അവൻ ബഹളം വെക്കുന്നു. ഇല്ലെങ്കിൽ പഠനം നിർത്തണം. അഡ്വാൻസ് ഫീസോ? അത് എന്ന് മുതൽ കോളേജിൽ വാങ്ങി തുടങ്ങി? എന്താ ചെയ്യുക? നീ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് മതി കാര്യങ്ങൾ. ചിലപ്പോൾ കുട്ടികൾ നേര് പറയണമെന്നില്ല. ഒന്ന് അന്വേഷിക്കണം. അവിടം വരെ പോകാൻ സമയം കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം കൂടി നീ പേപ്പറിൽ വായിച്ചില്ലയോ? കോളേജിൽ കുട്ടികൾ വെറുതെ ക്ലാസ്സിൽ കയറാതെ പാർക്കുകളിലും സിനിമാ തിയേറ്ററുകളിലും അലഞ്ഞു നടക്കുന്നുണ്ട്. നേരാണ്, ഞാനും വായിച്ചിരുന്നു. പക്ഷേ എഡുവിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മിടുക്കനായി പഠിക്കണം. നമ്മൾ പറയുന്നത് മാത്രം കുട്ടികൾ അനുസരിക്കണമെന്നില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് കുട്ടികൾ തന്നിഷ്ടക്കാർ അനുസരണയ്ക്ക് കാണിച്ചപ്പോൾ എന്റെ അപ്പം തന്ന സമ്മാനം നീ കാണുന്നല്ലോ. തേ ഇപ്പോഴും ഉണ്ടാമാണ്. എന്തുവാണ് പ്രകാശ്, നീ വീട്ടിൽ വന്ന് മുണ്ടും പോയിട്ട് നിൽക്കുന്നേ? അല്ല, നീ കുശിന് വല്ലതും അറിയോ? എല്ലാവരും കാണിക്കാൻ. നിന്റെ ബന്ധാഴ്ചയായിട്ട് ഉണ്ടായിരുന്നു? ഇല്ലടാ, ഒന്നില്ല. ഉണ്ണാൻ സമയമായില്ല. അപ്പച്ച, ചോറുണ്ടെന്ന കാര്യമല്ല ചോദിച്ചത്. എപ്പോഴും ഇങ്ങനെ ഉണ്ടെന്ന കാര്യം. അതേടാ, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിനക്കൊക്കെ ചൊറിയും. ഓ നിർത്ത മതി. ഇനി ഞാൻ കാരണം അപ്പനും മകനും കൂടി വെള്ളം വെക്കണ്ട. ഞാൻ പോകും. എടാ അലക്സ്, നീ തെങ്ങിന് വളമിട്ടായിരുന്നു. അവരുടെ വളയിരുന്ന് ചീറ്റായി പോയി. ഓ, എന്നാ കാര്യത്തിനാ? കണ്ട കാട്ടുപോത്തിനും കാട്ടുപന്നിക്കും കുരങ്ങിനുമൊക്കെ കയറി നിറങ്ങാനോ? അതും നേരാ. ഇന്ന് മനുഷ്യനേക്കാൾ വില കാട്ടുമൃഗങ്ങൾക്കാണ്. അപ്പച്ചൻ പേപ്പറിൽ വായിച്ചില്ലേ? കണമലയിൽ വീടിന്റെ സിറ്റൗട്ടിലിരുന്ന ജോസഫ് അച്ചായനെ കാട്ടുപോത്ത് കുത്തിക്കുന്നത്. റബ്ബർ തോട്ടത്തിൽ നിന്നും കാട്ടുപോത്തിന്റെ ആക്രമണത്തിനിരയായ മത്തായി ചേട്ടൻ. ഓ കഷ്ടം ദൈവമേ! ഈ മണ്ണിൽ ഞങ്ങൾ പൊന്നു വിളയിച്ചതായിരുന്നു. നമ്മുടെയൊക്കെ പൂർവ്വകന്മാർ ചോരയും നീരും വറ്റിച്ച് ഉണ്ടാക്കിയ ഈ കൃഷിഭൂമി ഇന്ന് അനാഥമായി കിടക്കുന്നു. വന്യമൃഗങ്ങൾ ഇപ്പോൾ കൃഷിയിടത്തിൽ മേയാനാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ മാസമാണ് വയനാട്ടിൽ മനുഷ്യനെ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കാവൽ നിന്ന വനവാച്ചനെ കാട്ടാന കുത്തിക്കൊന്നത്. അദ്ദേഹത്തിന്റെ മകളുടെ വാക്കുകൾ ഒരു നീറ്റലായി ഇന്നും നമ്മുടെ നെഞ്ചിൽ കിടക്കും. അല്ല, ഈ വന്യമൃഗങ്ങളെ തുരത്താൻ ഒരു വഴിയുമില്ലേ? സർക്കാരിൽ നിന്ന് ഇടപെട്ടുകൂടെ? ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ പിടിക്കണം.
ആ എന്നാ വിവരം പറയും. ഗോതമ്പുണ്ട് നിന്ന് അകത്ത് കിടക്കും. ജാമ്യമില്ല വകുപ്പ്. ആ ഞാൻ പോകുന്നു. കപ്പ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇന്നലെ പന്നി കയറിയത്. അയ്യോ, പ്രകാശനൊന്ന് പോയോ? ഈ വീട്ടിൽ നിന്നാൽ എന്റെ ദൈവമേ, വലിയ ഹരിക്കൊമ്പനും ചക്കക്കൊമ്പനും എന്തോ വന്നാലും ഞാനില്ല പോകുന്നത്. എന്റെ അയ്യോ! ആ പിന്നെ എന്തായാലും പൈസ കിട്ടാതെ കോളേജിൽ പോയില്ല എന്ന് ഒറ്റ വാശി എൻ്റെ അപ്പം വീണു കേട്ടോ. അത് കലക്കി. നമുക്ക് പൈസയ്ക്ക് ഇനി ഒരുപാട് ആവശ്യമുള്ളതാണ്. എന്റെ ചക്കേ, നീയാണ് ഞങ്ങളുടെ ധൈര്യം. എടാ, സാധനമെല്ലാം കിട്ടിയോ? അതില്ലാതെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ശരിയാ, അത് കിടിലം സാധനമാണ്. പുതിയ ഒന്നുകൂടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പിന്നെ എനിക്കിനി അധികകാലം ഇതുപോലെ കാശ് വാങ്ങാൻ പറ്റത്തില്ല കേട്ടോ. എൻ്റെ അപ്പൻ എന്തോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പറയലേടാ, നിന്നെ കണ്ട ഞങ്ങളെല്ലാം ഇരിക്കുന്നത്. ഓ എൻ്റെ ദൈവമേ, കാലം നമ്മുടെ രീതി മാറ്റി, ടെക്നോളജിയും വളർന്നു. ഈ പ്രായത്തിലെല്ലാം പിന്നെ എപ്പോഴാ ഇതൊക്കെ? പിന്നല്ലാതെ കോളേജിലേക്ക് എൻജോയ് ചെയ്യണം. അതിന് പണം അത്യാവശ്യമാണ്. ഞാനൊരു എഞ്ചിനീയറായി കാണണമെന്നാണ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം. പക്ഷേ ഞാൻ ദൈവമേ. ഓ മൂട് കളഞ്ഞു. അവ ശരിയായി. ഇനി ക്ലാസ്സിൽ പോകാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. എടാ, നമ്മുടെ മഹാടെ സാറിന്റെ ക്ലാസ് അല്ലേ? അതിലിപ്പോ കയറിയില്ലെങ്കിൽ എന്താ? നമുക്കൊരു സിനിമയ്ക്ക് പോകാം. അതിനിപ്പം പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? ക്ലാസ്സിൽ പോലും കയറാതെ പലർക്കും ഇന്ന് PhDയും ഡോക്ടറേറ്റും ഉണ്ട്. ശരിയാ, അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? വെറുതെ നടക്കുന്നു. നമുക്ക് വിദേശ രാജ്യങ്ങളിലോ മറ്റോ പോകാൻ വേണ്ടി. പക്ഷേ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ വലിയ പ്രതീക്ഷയാണ്. ഓ, ഒരു മാതാപിതാക്കൾ ഞങ്ങൾക്കുമുണ്ട്. എൻ്റെ അപ്പം വരുന്നതും പോകുന്നതും ഞാൻ അറിയാറേയില്ല. എന്റെ പപ്പയും മമ്മയും 2 സ്ഥലത്താണ്. ഞാൻ ഓരോ ആഴ്ചയും മാറി മാറി അവരെ പോയി കാണും. ഫൈനൽ ഇയറായി. ആകെ 12 സെമസ്റ്റർ. ഒരെണ്ണം ചൊവ്വെന്ന് എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ചക്കേ, അതൊക്കെ ഇനി എഴുതിയെടുക്കാറുണ്ട്. ഇനിയും സമയമുണ്ടല്ലോ. അയ്യോ, സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഇന്ന് വൈകിട്ട് നമ്മുടെ പ്രോഗ്രാം. വിദേശത്ത് നിന്ന് പോലും സ്റ്റുഡൻസ് എത്തുന്നുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതാ. എല്ലാരും മറന്നോ? എടാ, നീ ഓക്കെ അല്ലേ? എന്നാ വാ, നമുക്കൊരു സെൽഫി എടുക്കാം. ഹലോ, ഇവിടെ ആരുമില്ലേ? ഇത് എഡ്വിന്റെ വീടല്ലേ? അതെ, ഇത് എപ്പിന്റെ വീടാണ്. യോ, പോലീസ്! ഇത് എഡ്വിന്റെ ആരാണ്? ഞാൻ അവന്റെ അമ്മയാണ് സാർ. എന്താണ് സാർ കാര്യം? എന്റെ മകൻ എന്തെങ്കിലും അപകടം? എഡ്വിന്റെ അച്ഛൻ? അദ്ദേഹം ഇവിടെ ഇല്ല സാർ. കൃഷി ഓഫീസ് വരെ പോയിരിക്കുകയാണ്. ഞാൻ വിളിക്കാം. ഹലോ ചായ, ഇവിടെ വരെ വരൂ. ഇതാ നമ്മുടെ വീട്ടിലൊരു പോലീസ് ഓഫീസർ വന്നിരിക്കുന്നു. നിങ്ങളുടെ മകൻ എഡ്വിൻ ഇപ്പോൾ എവിടെയാണ്? സാർ, എന്തോ പ്രോജക്റ്റ് വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് 2 ദിവസം മുൻപ് പോയതാണ്. 3 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. ഓഹോ, പ്രോജക്റ്റ് വർക്കിൽ പോയതാണോ? എന്താ സാർ പ്രശ്നം? നിങ്ങളുടെ മകൻ എന്താണ് പഠിക്കുന്നത്? അത് അവനെന്തോ എഞ്ചിനീയർ ആകാൻ പഠിക്കും. ഈ വർഷം അവന്റെ പഠനം പൂർത്തിയാകും സാർ. മിസ്റ്റർ അലക്സ്, താങ്കൾ എന്ത് ചെയ്യുന്നു?
സാർ കൃഷിപ്പണിയും മറ്റുമായി പോകുന്നു. കൃഷി ഇപ്പം നഷ്ടമാ സാറേ. പിന്നെ ഇവന് ജോലി കിട്ടിയിട്ട് വേണം ഈ കുടുംബം ഒന്ന് രക്ഷപ്പെടാൻ. ശരിയാ സാറേ, അവനൊന്ന് പഠിച്ചിറങ്ങിയിട്ട് വേണം ഞങ്ങളുടെ കുടുംബം ഒന്ന് കരകയറാൻ. ഇതൊക്കെ അവനറിയാമോ? നിങ്ങളുടെ പ്രതീക്ഷ വളരെ വലുതാണല്ലോ. അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? എന്നാൽ നിങ്ങളുടെ മകൻ എത്തി നിന്ന് പോലീസ് കസ്റ്റഡിയിലാണ്. എന്ത് സാർ എന്താ പറഞ്ഞത്? അപ്പച്ച, നമ്മുടെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്റെ ദൈവമേ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇതൊക്കെ കാണാൻ കേൾക്കാൻ എനിക്ക് കേൾപ്പില്ലേ? എന്നെ കൂടെ മുകളിലോട്ട് വിളിക്കരുതോ? കൊച്ചിയിലെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്നും എഡ്വിനെയും സുഹൃത്തുക്കളെയും നാർക്കോട്ടിക് സെല്ലിന്റെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ മകൻ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സാർ, അവനൊരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുവാൻ കോളേജിൽ നിന്ന് പോയതാണ്. ഇതാണ് കുഴപ്പം. മക്കൾ എന്ത് പറഞ്ഞാലും മാതാപിതാക്കൾ അങ്ങ് വിശ്വസിക്കും. എടാ അലക്സേ, ആനി, രണ്ടുപേരും ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, എഡിമോന്റെ കയ്യിൽ നിങ്ങൾ ആവശ്യമില്ലാതെ മൊബൈൽ ഫോൺ കൊടുക്കരുതെന്ന്. തന്നെയുമല്ല, അവന് വീട്ടിൽ നിന്നും കൂടെ കൂട്ടുകാരുമൊത്ത് പുറത്തു പോകുമ്പോൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോഴും തിരികെ വരുന്നു, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാറില്ലല്ലോ. ഇപ്പോൾ ഈ കുടുംബത്തിന് ചീത്തപ്പേര് വരുത്തി വെച്ചപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? സാർ, അവന്റെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ നൽകാറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 25,000 രൂപ കൊടുത്തത്. അതാണ് പ്രശ്നം. ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പണം കൊടുക്കുക. ബാക്കി എന്തിനെന്നോ എന്താവശ്യത്തിനൊന്നും അന്വേഷിക്കാറില്ല. നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ വിടും, പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അവർ തെറ്റുകളിൽ ചാടും. ചില മാതാപിതാക്കൾ മക്കളെ അന്വേഷിക്കും, മറ്റു ചിലരോ എന്താ ചെയ്യുക? എടാ അലക്സേ, എന്താടാ പുറത്ത് പോലീസ് ജീപ്പ്? അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ പ്രകാശേ, നമ്മുടെ എഡുവിൻ പോലീസ് കസ്റ്റഡിയിലാണ്. എന്റെ പോലീസ് കസ്റ്റഡിയിലോ? എന്തിനാ? എന്താണ് പ്രശ്നം? അജയനാണോ? എന്താ അജയ ഇവിടെ? എന്താണ് ഈ സ്ഥലം മാറിയോ? പ്രകാശ്, നീ ഇവിടെയാണ് ഇപ്പോൾ? അതെ, ഞാൻ ഇവിടെയാണ്. എന്റെ ഇവിടെ അടുത്താണ്. ഞാനിങ്ങനെ പൊതുപ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. എന്ത് പറ്റി നമ്മുടെ എഴുതിന്? സംഭവിച്ചത് എന്താണ് പ്രശ്നം? എഡ്വിനെയും മറ്റ് സുഹൃത്തുക്കളെയും കുറെ കാലമായി പോലീസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നതാ. കോളേജ് കുട്ടികൾ വെറുതെ ക്ലാസ്സിൽ കയറാതെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. അത് ശരി. ഇന്നത്തെ കുട്ടികൾ പഠിത്തത്തോട് തീരെ താല്പര്യമില്ല. എന്തായി? സാറേ, ഞങ്ങളുടെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ അവരിലാണ് സാർ. കുട്ടികൾ കോളേജിൽ പോകുമ്പോഴേ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? പ്രകാശേ, സാറിനോട് ഒന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും നമ്മുടെ എഡുവിനെ രക്ഷിക്കണം. അലക്സേ, നമ്മുടെ എസ് ഐ സാർ ഇവിടെ ഉണ്ടല്ലോ. അവരിപ്പോൾ എവിടെയാണ്? ഇപ്പോൾ അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. ഇവനെ പറ്റി അന്വേഷിക്കാനാണ് ഞാൻ ഇവിടം വരെ വന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും റെഡിയാക്കണം. ശരി, എന്നാ ഞാൻ അവനെ വിളിക്കാം. കോൺസ്റ്റബിൾ, അവനെ ഇറക്കി വിടൂ. എടാ, നീ പഠിക്കാൻ പോയിട്ട് ഇതൊക്കെയാണോ ചെയ്യുന്നത്? കുറെ കൂട്ടുകൂടി നടന്നു. വിട് അലക്സേ. ഏതായാലും അജയ് സാർ ഉണ്ടല്ലോ. നമ്മുടെ ഭാഗ്യം, ഇവരെ നമ്മുടെ അടുത്തെത്തിച്ചല്ലോ. ശരിക്കും ഇവർ ഇതിന്റെ ഒരു കണ്ണി മാത്രമാണ്. ഇതിന്റെ പിന്നിൽ വലിയൊരു മാഫിയ തന്നെയുണ്ട്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മുന്നിൽ കുട്ടികളെ വഴിതെറ്റിച്ച് അവരുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തുകയാണ് ഇന്ന് അവരുടെ ലക്ഷ്യം. വിദ്യാർത്ഥികളാണ് ഇതിന്റെ വലയിൽ കൂടുതലും വീഴുന്നത്. യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ കോളേജ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് ആയി ഒന്ന് അന്വേഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചേർന്നത്. എടാ മോനെ, നീ ഓരോ പ്രാവശ്യവും ഇവിടെ നിന്ന് പണം വാങ്ങിക്കൊണ്ട് പോകുമ്പോ ഈ കുടുംബത്തെ പറ്റി ഒന്ന് ചിന്തിച്ചായിരുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ചീത്തപ്പേര് കേൾക്കില്ലായിരുന്നു മോനെ. ഇതാ മോനെ പറയുന്നത്, കുട്ടികളെ അനുഭവം കൊടുത്ത് വളർത്തണമെന്ന്.
എന്റെ ദൈവമേ, ഞങ്ങൾ എന്താണ് കേൾക്കുന്നത്? സോറി അമ്മേ, തെറ്റുപറ്റിപ്പോയി. എന്റെ പൊന്നുമോളെ, എന്നാണ് നീ അപ്പച്ചനെയും അച്ഛനെയും അമ്മയെയും നിമിഷം നേരം കൊണ്ട് പറഞ്ഞു പോയത്? ഇല്ല, എന്റെ പൊന്നുമോനെ ഞങ്ങൾക്ക് വേണം. ഡിസ്പ്യൂട്ടഡ് ഫാമിലിയുടെ കുട്ടികളിലാണ് ഈ പ്രവണത കൂടുതലും കണ്ടുവരുന്നത്. ഒരു സമൂഹത്തെയാണ്, ഒരു കുടുംബത്തെയാണ് ഈ മാഫിയ നശിപ്പിക്കുന്നത്. എന്തായാലും ഞാൻ ഈ കുട്ടികളുടെ രക്ഷിതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഇവരോട് കാര്യമായി സംസാരിക്കാം. സാർ, താങ്കൾ തക്ക സമയത്ത് വന്നത് നന്നായി. എഡ്വിൻ മോനെ, നിന്നെയാണ് നിന്റെ മാതാപിതാക്കളുടെ പ്രതീക്ഷ. അത് നീ തകർക്കരുത്. തൽക്കാലം ഇപ്പോൾ നിന്നെ രക്ഷിക്കാം, പക്ഷേ എപ്പോഴും രക്ഷപ്പെടാൻ പറ്റുമെന്ന് നീ വിചാരിക്കും. കുട്ടികളെ സ്കൂൾ അയച്ചാൽ മാത്രം പോരാ, കുട്ടികളെ മാതാപിതാക്കൾ അന്വേഷിക്കുക കൂടി വേണം. എങ്കിലേ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ നാം ഓരോ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തകർച്ചയിൽ നിന്നും നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പിടികൂടാ